ഒരാളെ കൊന്നാൽ അതിന് പരിഹാരമായിട്ട് ഞങ്ങൾ 72 പേര് കരയാൾ 72 പേര് ഞങ്ങൾ മരിച്ചിരിക്കുന്നു. ഇയാൾ പോയത് മനസ്സിലാക്കുന്ന ഈ നീതി ആ രാത്രി ചെട്ടിയാര കൊല്ലുകയാണ്. പിറ്റേ ദിവസം ഈ നീതി മോരുവിക്കുന്ന സ്ത്രീയുടെ രൂപത്തിൽ ഈ മുപ്പന്തൽ ക്ഷേത്രമാണ് നീലിയുടെ യഥാർത്ഥ സ്ഥലം. കള്ളിയങ്കാട്ട് നീലിയും പഴകന്നല്ലൂർ നീലിയും എന്ന് പറയുന്ന മുപ്പന്തൽ ഇശക്കി തന്നെയാണ്. ഈ പറയുന്ന ഉമ്മിണിത്തങ്കയുടെ 2 സഹോദരന്മാരെയും അമ്മാവനെയും മാടന്മാരായും ഉമ്മിണിത്തങ്കയും അമ്മയായ അഭിരാമി യക്ഷിമാരായിട്ട് കുടിയിരുത്തി ആരാധിക്കുന്നു. സാത്വിക മാർഗത്തിലുള്ള ചെമ്പകവലി അമ്മാളെ ദുർഗയായിട്ടും ഉഗ്രപ്രതാപിയായ നീലമ്മപ്പിള്ള അതായത് മേലാങ്കോട്ട് നീലിയെ ഭദ്രകാളിയായിട്ട് ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇവർ നേരെ ഓടുമ്പോൾ ഇങ്ങനെ പുറകെ ഓടുമ്പോൾ ഒരു കള്ളിച്ചെടിയെ ഒടിക്കും. അപ്പോൾ കള്ളി കഴിഞ്ഞ ജന്മത്തിൽ സാക്ഷി പറയാൻ നേരിട്ടുണ്ടല്ലോ. ഈ കള്ളിച്ചെടിയെ ഒടിച്ച് കയ്യിൽ കുഞ്ഞായിട്ട് വെക്കുകയാണ്. വെച്ചിട്ട് നേരെ ഇവർ ഓടി ചെല്ലുന്നത് ഈ പഴകനല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഈ പഴകനല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഇവരെത്തുകയും അവിടെ ചെന്നിട്ട് ഇവർ കൊച്ചിനെയും കയ്യിൽ ഭയങ്കര കരച്ചിലാകുമ്പോഴത്തേക്ക് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പം നിങ്ങൾ പറയും, ഇതെൻ്റെ ഭർത്താവാണ്, എന്നെ കളഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, എനിക്ക് സഹിക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ ഇതൊരു. അപ്പം ഇങ്ങനെ ഇല്ല, ഇവള് നീലിയാണെന്ന് പറയും. അപ്പം നീലിയോ, ഇത് എൻ്റെ കുഞ്ഞ്, ഈ ജന്മത്തിലുള്ള ഇദ്ദേഹത്തിനെ കല്യാണം കഴിച്ചിട്ട് അതിലുള്ള കുട്ടിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാരുടെ അടുത്ത് ഈ ചെട്ടിയാർ പറയും, ഇത് പിള്ളയല്ല, ഇത് കള്ളിയാണെന്ന് പറയും. പിള്ള എന്ന് പറഞ്ഞാൽ കുഞ്ഞല്ല, ഇത് കള്ളിയാണെന്ന് പറയും, കള്ളിയാണ്. അപ്പോൾ ആൾക്കാർ നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ കള്ളി എന്ന് പറയുന്നല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ ഒരു കാര്യം കൊച്ചിയിൽ ഇറക്കി വിടാൻ പറയും. കൊച്ചിൻ്റെ അച്ഛനാണ്, കൊച്ചി കഴിഞ്ഞ് ചെല്ലുമല്ലോ എന്ന് പറയും. അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഈ നീലി കുഞ്ഞിനെ ഇറക്കി വിടുന്നു. ഈ കുഞ്ഞ് ഇഴഞ്ഞു ചെന്ന് ചെട്ടിയാരെ മടിയിൽ ചെന്നിരിക്കും. അപ്പോൾ ആൾക്കാർ അച്ഛനാണ്, കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ അത് ചെന്നിരുന്നത്, ഇതെല്ലാം ഇവരുടെ മായയാണ്. അപ്പം പറയും, അതിപ്പം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. ഇപ്പം ഇനിയിപ്പോൾ സന്ധ്യയായി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കാര്യത്തിൽ തീരുമാനം എടുക്കാം, നിങ്ങളെ 2 പേര് ഇലങ്കത്തിനകത്ത് അടയ്ക്കാം, നാളെ രാവിലെ വന്ന് ഇതിന് തീർപ്പുണ്ടാക്കാം, നിങ്ങളുണ്ടായി ഇലങ്കത്ത് താമസിക്കാൻ പറയും. അപ്പം ഈ ചെട്ടിയാർ പറയും, ആനന്ദൻ പറയും, അപ്പോൾ ഈ കുട്ടിയെ ഇവർ നാഗപ്പ എന്ന് വിളിക്കുന്നുണ്ട്. കുട്ടിയെ നാഗപ്പ എന്ന് വിളിക്കുന്നത് ഈ തമിഴ്നാട്ടിലെ രീതി അനുസരിച്ച് ഈ അച്ഛൻ്റെ പേരാണ് കുഞ്ഞിനിടുന്നത്. അപ്പം ഈ ആനന്ദൻ ചെട്ടിയാർ അച്ഛൻ്റെ പേര് നാഗപ്പനാണ്, അതുകൊണ്ട് കുഞ്ഞിനെ ഇവർ നാഗപ്പ എന്നാണ് അമ്മാവൻ്റെ പേരും പറഞ്ഞാണ് വിളിക്കുന്നത്. നിങ്ങൾ കുഞ്ഞുമായിട്ട് കയറി അകത്ത് ഇരിക്കുമെന്ന് പറയുമ്പം ആനന്ദം പറയും, ഇല്ല ഒരിക്കലും ഞാൻ ഇരിക്കില്ല, ഇവിടെ എന്നെ കൊല്ലുമെന്ന് പറയും. കൊല്ലുമെന്ന് പറയുന്നതും ഇവർ പറയും, നിങ്ങൾ ആരെങ്കിലും ഒരാളെ കൊന്നാൽ അതിന് പരിഹാരമായിട്ട് ഞങ്ങൾ 72 പേര് കരയാൾ 72 പേര് ഞങ്ങൾ മരിച്ചിരിക്കുന്നു. ഒരു വാക്ക് കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്യും, ഇവർ കയറി ശരി കയറി ഇലങ്കത്തിനുള്ളിൽ അടച്ചിട്ട് ഒരാളെന്ന് അവിടെ ബാക്കി എല്ലാവരും വീട്ടിൽ പോകും, ഒരാൾ ഒളിച്ചു നിൽക്കുന്നതാണ്. ഇവർ സത്യം ഭാര്യയും ഭർത്താവാണ് സംസാരിച്ചെന്ന് മനസ്സിലാവുമല്ലോ. അതേസമയം ഇവർ മായാലും ഇവർ മനസ്സിലാക്കും ഒരാൾ ഒളിച്ചു നിൽക്കുന്നത്. ഇവർ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പദം പറയുമ്പോൾ ഓരോന്ന് പറഞ്ഞ് കരയും. അപ്പം പുറത്തേക്ക് നാളെ മനസ്സിലാവും ഇവർ യഥാർത്ഥ ഭാര്യയും ഭർത്താവും തന്നെ. ഇയാൾ പോയത് മനസ്സിലാക്കുന്ന ഈ നീലി ആ രാത്രി ചെട്ടിയാരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ചെട്ടിയാരെ കൊന്നിട്ട് അതുകൊണ്ടും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പം ചെട്ടിയാർ മരിച്ചു കിടക്കുന്ന നീലി അവിടെ കാണാനില്ല, മായയാണ്, നീലിയും കുട്ടിയും കാണാനില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞെന്താണ്, അങ്ങനെ 71 പേരും ആത്മഹത്യ ചെയ്യും. ഒരാളില്ല, കൃഷി സ്ഥലത്ത് പോയി അവനെയും വിളിച്ചോണ്ട് വന്നു ഒരു ആത്മഹത്യ. അങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇവരുടെ ഭാര്യമാരും മക്കളും ഉണ്ട്, ഇവരെയും കൊല്ലണം. ഈ നാട് മൊത്തം മുടിക്കുമെന്നാണ് അവരുടെ ശപഥം. അവരെന്ത് ചെയ്യും, അടുത്ത ദിവസം അപ്പോൾ ഇതിനിടയിൽ ഇവർ എങ്ങനെ മരിച്ചു എന്ന് ചോദിച്ചാൽ ഈ കരയാൾ മരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ പിറ്റേ ദിവസം ഈ ആനന്ദൻ ചെട്ടിയാർ അമ്മയുടെ വേഷത്തിൽ വന്നിട്ട് എൻ്റെ മോനെ കൊന്നോ, നീലിയെ കൊണ്ട് നിങ്ങൾ കൊല്ലിച്ചോ, അതുകൊണ്ട് നിങ്ങളെല്ലാം അതിനെന്താണ് ഞങ്ങളെല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞാണ് ഇവർ 71 പേര് മരിക്കാൻ പറയും. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ എവിടെയെന്ന് ചോദിക്കും, അവൻ കൃഷി സ്ഥലം, അവനെയും കൊണ്ട് അവൻ്റെ അടുത്തും പറയാം ആത്മഹത്യ ചെയ്യാൻ പറയും. അങ്ങനെ അവരെയും കൊല്ലും. അപ്പോൾ ഇവരുടെ സ്ത്രീകളും കുട്ടികളും ഉണ്ട്, ഇവരെ കൊല്ലണമല്ലോ. പിറ്റേ ദിവസം ഈ നീലി മോരുവിക്കുന്ന സ്ത്രീയുടെ രൂപത്തിൽ വരും. എന്നിട്ട് അവരെ മനസ്സിന് നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരുന്ന അവരുടെ ഈ മരിച്ച ആളുകളും ആത്മാവിന് മോക്ഷം കിട്ടിയില്ല, നിങ്ങൾക്ക് ഞാൻ പാല് തരാൻ വേണ്ടി കള്ളിപ്പാൽ കൊടുക്കും. ഇവരെയും ആൾക്കാരും. അപ്പോൾ ആ നാട് മൊത്തവും നീലി മുടിക്കുന്നു എന്നാണ് സങ്കല്പം, കഥ, ഐതിഹ്യം. മുടിച്ചിട്ട് നീലി എന്ത് ചെയ്യും, പഴകനല്ലൂർ. അപ്പം ഇവരെ പറഞ്ഞ പഴകനല്ലൂർ നീലിയാണ്. അപ്പോൾ പഴകനല്ലൂർ വഴി പോകാൻ പലരും ഭയപ്പെട്ട, എന്നിട്ട് നീലിയുടെ കോപം അടങ്ങിയില്ല, തന്നെ ചതിച്ചു കൊന്നതിന് നീലിയുടെ കോപം. അങ്ങനെ നീലി ആരുവായ്മൊഴി ചുരം വഴി എവിടെ വരും, മുപ്പന്തൽ വരും. മുപ്പന്തൽ അറിയാം, ആരുവായ്മൊഴിക്കടുത്തുള്ള മുപ്പന്തൽ ക്ഷേത്രം. ഈ മുപ്പന്തൽ ക്ഷേത്രമാണ് നീലിയുടെ യഥാർത്ഥ സ്ഥലം. മുപ്പന്തൽ ഇശക്കിയമ്മ എന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഈ മുപ്പന്തൽ വന്നിട്ട് ഇവർ പലർക്കും ഭയങ്കര വിഷയങ്ങളുണ്ടാകും.
അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സമയത്ത് അന്നത്തെ നമ്മുടെ ഔവയാരെന്ന് പറയുന്ന ഭക്തയുടെ വാക്കുകൾ കേട്ട് ഇവർ സമാധാനത്തെ പ്രാപിക്കുന്നു, ഇവർ സമാധാന പ്രിയാകുന്നു, ഇവർ ഒരു ദേവതയായി മാറുന്നു എന്നുമാണ് ഐതിഹ്യം. അങ്ങനെയാണ് മുപ്പന്തലമ്മയായിരുന്ന് തന്നെ രക്ഷിക്കുന്നത്. അപ്പോൾ ആ കയ്യിലെ കുഞ്ഞ് എന്ന് പറയുന്നത് മറ്റേ കള്ളിമുള്ളി ചെടിയുടേതാണ്. ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവർ മുപ്പന്തൽ ഇരിക്കുന്നതാണ് സങ്കല്പം. ആക്ച്വലി മുപ്പന്തലാണ് പഴകനെല്ലൂർ നീലി, അല്ലെങ്കിൽ മുപ്പന്തൽ നീലിയാണ് യഥാർത്ഥ കള്ളിയങ്കാട്ട് നീലി. ഇവരെങ്ങനെ കള്ളിയങ്കാട്ട് നീലി ആയെന്ന് ചോദിച്ചാൽ, അന്ന് തിരുവിതാംകോട് ഭരിച്ചിരുന്ന വഞ്ചി ആദിത്യവർമ്മ മഹാരാജാവാണ്. ഇദ്ദേഹം നാഗർകോവിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ഇദ്ദേഹം ലക്ഷ്യമേ സ്വപ്നം കാണുകയും പിറ്റേ ദിവസം ഒരു പച്ചക്കിളി ഇദ്ദേഹത്തിൻ്റെ ചുമലിൽ വന്നിരിക്കുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ എന്തായത്, അദ്ദേഹം പ്രശ്നവിചാരം നടത്തിയവൻ പറഞ്ഞു, മുപ്പന്തൽ ഇശക്കിക്ക്, അന്ന് ആര്യാമൂഴപ്പുറത്ത് മുപ്പന്തൽ ഇശക്കിക്ക് തിരുവിതാംകൂടത്ത് 2 ക്ഷേത്രം പണിയണം എന്നും പറഞ്ഞാണ് ഇദ്ദേഹം കള്ളിയങ്കാട്ടുകൾ പഞ്ചവങ്കാട്ടും 2 നീലിയമ്പലങ്ങൾ പ്രതിഷ്ഠിച്ച് അവിടെ ഈ മുപ്പന്തലശികളെ പഴകനെല്ലൂർ നീലിയെ കുടിയിരുത്തി. അങ്ങനെ കള്ളിയങ്കാട്ട് കുടിയിരുത്തിയ നീലി എന്തായി? കള്ളിയങ്കാട്ട് നീലി എന്ന് അറിയപ്പെട്ടു. കള്ളിയങ്കാട്ട് നീലി എന്ന് അറിയപ്പെടുകയാണ് ചെയ്തത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, അപ്പം ഉമ്മണിത്തങ്കയും ചെമ്പകവലി അമ്മാളിനെയും പറയുന്നത് മേലാങ്കോട്ട് നീലി എന്നാണ്. കാരണം സ്ഥലപ്പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന ദേവതകളുണ്ടല്ലോ. അതുപോലെ അങ്ങനെ ഈ പഴകനെല്ലൂർ നീലിയാണ് ഈ പറയുന്ന കള്ളിയങ്കാട്ട് പറയുന്നത്. അപ്പോൾ കള്ളിയങ്കാട്ട് നീലിയും പഴകനെല്ലൂർ നീലി എന്ന് പറയുന്ന മുപ്പന്തലശക്കി തന്നെയാണ്. ഈ മുപ്പന്തലശക്കിയമ്മ അന്നത്തെ ഗ്രാമീണ മനസ്സുകളിൽ ദേവതാഭാവം, ഈ ദേവതയെ പലയിടത്തും, നമ്മളെ തിരുവനന്തപുരത്ത് പലയിടത്തും ഇവർക്ക് ക്ഷേത്രങ്ങൾ കെട്ടി ഇന്നും ആചരിച്ചു വരുന്നുണ്ട്. ആ ഒരു ദേവിയെ ഇവിടുന്ന് ആരും ആവാഹിച്ചെടുത്തോണ്ടൊന്നും പോയിട്ടില്ല. തിരുവിതാംകൂറിൽ ഒരുപാട് മാന്ത്രികന്മാർ പല പല കുടുംബങ്ങളിലും പല മാന്ത്രികന്മാരെ പല പല യക്ഷിമാരും തളച്ചിട്ടുണ്ടെങ്കിലും ഈ കടമറ്റത്ത് കത്തനാർ വന്ന് കള്ളിയങ്കാട്ട് നീലി, കാര്യം കള്ളിയങ്കാട്ട് നീലി ആസ്ഥാനം എന്ന് പറയുന്നത് മുപ്പന്തലാണ്, മുപ്പന്തലശക്കിയാണ്, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ മാർത്താണ്ഡവർമ്മ നോവലിൽ കള്ളിയങ്കാട് വഴി പോയപ്പോൾ, ഈ കള്ളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞാൽ കള്ളിയങ്കാട് വഴി പോയപ്പോൾ നോവലിൽ മറ്റേ പാറക്കുട്ടിയെടുത്ത് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവൻ കള്ളിയങ്കാട് വഴി പോയപ്പോഴത്തേക്ക് കള്ളിയങ്കാട്ട് യക്ഷി പിടിച്ച് ഭക്ഷിച്ചിരിക്കാം മകളെടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു നോവൽ, ഒരു കഥാപാത്രം, ഒരു സന്ദർഭം വരുന്നുണ്ട്. അതാണ് പിന്നീട് ഈ പറയുന്ന പഞ്ചവൻ കടലിൽ കള്ളിയങ്കാട്ട് നീല ശുചീന്ദ്രത്തിൽ തേരോട്ടം കാണാൻ പോയപ്പോൾ ഈ പാറക്കുട്ടിയുടെ പ്രേമഭാജനത്തിന്, പാറക്കുട്ടി പ്രേമിച്ചിരുന്ന അവനെ കള്ളിയങ്കാട്ട് നീലി പിടിച്ച് ഭക്ഷിച്ചിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളിയങ്കാട്ട് നീലിയെ മറ്റൊരു രീതിയിൽ ഇവിടെ ചിത്രീകരിച്ച് വെച്ചത്. അങ്ങനെ ഈ ഒരുപാട് രീതിയിൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ ഈ മേലാങ്കോട്ട് നീലിയുടെ കഥകൾ തന്നെ ഒരുപാട് ട്വിസ്റ്റുകളുണ്ട്. ഈ കഥകളെല്ലാം മാറി മറിഞ്ഞ് വെച്ചിട്ടുണ്ട്. പഴയടുത്ത് വെച്ചാൽ ഇതിൽ ഓരോ ഈ യക്ഷിമാർക്ക് ഓരോരോ കഥകളുണ്ട്. ഈ പലയിടത്ത് ഈ ഉത്സവത്തോടെ വിൽപ്പാട്ട് എന്നും പറഞ്ഞു, ഭദ്രാവതി ക്ഷേത്രങ്ങളിൽ തോറ്റമ്പാട്ട് പോലെ ഉത്സവത്തിന് യക്ഷ്യമ്പലങ്ങളിൽ വിൽപ്പാട്ട് പ്രധാനമാണ്. ഈ വിൽപ്പാട്ടുകാർ ഏത് നീതിയായാലും എല്ലാവരും ഈ മുപ്പന്തൽ യക്ഷിയുടെ കഥയാണ് എല്ലാവർക്കും വിൽപ്പാട്ടുകാർ പാടും, തമിഴ് വിൽപ്പാട്ടുകാർ പാടുന്നത്. അങ്ങനെ എന്താ ഇത്, ഇപ്പം മേലാങ്കോട്ട് നീലിയാണെങ്കിലും ചെമ്പകവല്ലി ആണെങ്കിലും സതി പൊന്നരുത്താളാണെങ്കിലും എല്ലായിടത്തും മുപ്പന്തൽ ശക്തിയുടെ കഥ പറഞ്ഞു, ചെട്ടിയാരെ കൊന്ന കഥയും പറഞ്ഞു, ഇത് പറഞ്ഞു. ഇപ്പം എല്ലായിടവും ഈ മുപ്പന്തൽ ശക്തിയുടെ കഥയാണ് പ്രചരിക്കുന്നത്. പിന്നെ ആരോ പറഞ്ഞോളൂ ഈ കാരണം കള്ളിയങ്കാട്ട് നീലിയെ കടമറ്റത്ത് കത്തനെ, കാര്യം ഈ പറയുന്ന മുപ്പന്തൽ നീലി എന്ന് പറയുന്ന കള്ളിയങ്കാട്ട് നീലി ഇന്ന് ദേവതയാണ്, നമ്മൾ ആരാധിക്കുന്നതാണ്. നമ്മൾ ഒരു രീതിയിലെ മറ്റേ പല കുടുംബങ്ങളിലും കുടുംബേക്ഷിയായിട്ട് ആരാധിക്കപ്പെടുന്ന ഒരു ദേവതയെ ഒരു ദുർമൂർത്തിയായി ചിത്രീകരിച്ച് കൊണ്ട് തളയ്ക്കാനൊന്നും, അതൊക്കെ വെറും ചിലരുടെ അമ്മൂമ്മ കഥയൊന്നും പറയാൻ പറ്റൂല. അത് കാര്യം ചിലരുടെ വെറും ഒരു എന്താണ് ഒരു, എനിക്കൊന്ന് കടമുറ്റത്ത് കത്തനാര് സീരിയൽ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ ഫേമസ് ആയത്. നീലിയാണെങ്കിലും ആ കഥയാണെങ്കിലും ആ സീരിയൽ വന്നതോടുകൂടി ഇതൊരു പക്ഷേ പഞ്ചവങ്കാട്ട് നീലിയെ പറ്റി മാർത്താണ്ഡവർമ്മയുടെ സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയുടെ നോവലിൽ പറയുന്നുണ്ട്. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുന്നത് എന്താണ്, അതിൽ കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ആരെയാണ്, നമ്മുടെ മേലാങ്കോട് നീലമപ്പിള്ളയാണ്. നീലമപ്പിള്ള എന്ന് പറയുന്നത് നീലാപ്പിള്ള ഇശക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ കൊച്ചുമണിത്തങ്ക എന്ന് പറയുന്ന മാർത്താണ്ഡവർമ്മയുടെ അമ്മാവൻ്റെ മകളായ ഉമ്മിണിത്തങ്കയാണ് മേലാങ്കോട്ട് നീലിയായിട്ട് പ്രദർശിച്ചിരിക്കുന്നത്. തൻ്റെ അമ്മയോടും അമ്മാവനോടും തൻ്റെ കൂടപ്പുറപ്പുകളോടും രാജാവ് ചെയ്ത അനീതിക്കെതിരെ പടവെട്ടി, മാർത്താണ്ഡം ചെയ്ത അനീതിക്ക് പടവെട്ടി രക്തസാക്ഷ്യം വഹിച്ച വീരാങ്ങനെയാണ് കൊച്ചുമണിത്തങ്ക, അതെങ്കിൽ നീലമപ്പിള്ള തങ്കച്ചി എന്ന് പറയുന്നത്. ആ നീലമപ്പിള്ള തങ്കച്ചിയാണ് ഇന്ന് മേലാങ്കോട്ട് തങ്കച്ചിക്കോവിൽ എന്ന് പറയുന്നിടത്ത് യക്ഷിയായിട്ടിരുന്ന്. ഈ പലയിടത്തും തിരുവനന്തപുരം നമ്മൾ നോക്കിയാൽ പലയിടത്തും ഈ മേലാങ്കോട് ക്ഷേത്രങ്ങൾ കാണാം. തിരുവനന്തപുരം ഒരുപാട് അടുത്തുണ്ട് മേലാങ്കോട് ക്ഷേത്രങ്ങൾ. ഇതെല്ലാം ഈ മേലാങ്കോട് ക്ഷേത്രങ്ങൾ അവിടെയൊക്കെ വേറെ സ്ഥലമായിരിക്കും. പക്ഷേ ഈ മേലാങ്കോട് എന്ന പേരിലാണ് ഈ 2 ദേവിമാരെയും
യക്ഷിയമ്മമാരെ അറിയപ്പെടുന്നത്. അതിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് ചെമ്പകവലി അമ്മാൾ എന്ന് പറയുന്ന തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് തിരുവിതാംകൂർ സതിയില്ലായിരുന്നു. സതി ഇവിടെ രാജാവിൻ്റെ അടുത്ത് നിർബന്ധം പിടിച്ച് സതി അന്വേഷിച്ച സ്ത്രീയാണ്. അതായത് ഉദയഗിരി കോട്ടയെ സമീപം സതി അന്വേഷിച്ച സ്ത്രീയാണ് ചെമ്പകവലി അമ്മാൾ. ആ ചെമ്പകവലി അമ്മാളിൻ്റെ കഥയിൽ നിന്നും ഏകദേശം 120 വർഷത്തെ വ്യത്യാസമുണ്ട് നമ്മുടെ നീലമ്മപ്പിള്ളയുടെ കഥയ്ക്ക്. നീലമ്മപ്പിള്ളയുടെ കഥ അന്യം നിന്നാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. കൊല്ലവർഷം 917 അവർക്കൊരു ക്ഷേത്രം, അവിടെ ഒരു തെക്കത് കെട്ടി അവിടെ നീലമ്മപ്പിള്ള രാജാവ് കുടിയിരുത്തുന്നത്. അവിടെ നാവ് പിഴുത് നിർത്തി മരിച്ചവളെന്നാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ, അതായത് നമ്മുടെ ജഗതി എൻ കെ ആചാര്യ തിരക്കഥയിലെ ഒരു സിനിമയുണ്ട്, അതിലാണ് ഈ ഉമ്മണിത്തങ്ക എന്ന് പറയുന്ന സിനിമയിലാണ് ഇവർ നാവ് പിഴുതെറിഞ്ഞ് മരിച്ചവളെന്ന് പറയുന്നത്. ആക്ച്വലി നാവ് പിഴുതെറിഞ്ഞ് മരിച്ചവളല്ല. അത് തമിഴ്നാട്ടിലെ അമ്മാണ്ടി വിളക്കടുത്ത് ഈ ഉമ്മണിത്തങ്കയുടെ അമ്മയെ അഭിരാമി കേട്ടിട്ടുള്ളത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിരിക്കും. മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായ രാമവർമ്മ വിവാഹം കഴിച്ചതും മക്കളും മരുമക്കത്തായും തമ്മിൽ അടി നടന്നതും. അപ്പം സഹോദരങ്ങളായ രാമൻ തമ്പി, ആദിച്ചൻ തമ്പി എന്നിവരെയും അമ്മാവനായ കൊച്ചുകുമാരപിള്ളയും ഇവർ 3 പേരും മാടന്മാരായി. അതാണ് മാടൻ സങ്കല്പത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ മരിച്ച ഈ പറയുന്ന ഉമ്മണിത്തങ്കയുടെ 2 സഹോദരന്മാരെയും അമ്മാവനെയും മാടന്മാരായും ഉമ്മണിത്തങ്കയും അമ്മയായ അഭിരാമി യക്ഷിമാരായിട്ട് കുടിയിരുത്തി ആരാധിക്കുന്നുണ്ട്. അവിടെ പാടുന്നൊരു പാട്ടുണ്ട്, തമ്പിമാർ കഥ എന്ന് പറഞ്ഞൊരു വിൽപ്പാട്ടുണ്ട്. ഈ തമ്പിമാർ കഥ എന്ന വിൽപ്പാട്ടിലാണ് ഉമ്മണിത്തങ്ക നാവുപിഴുതെറിഞ്ഞ് മരിച്ചവൾ എന്നൊരിത് വന്നത്. അതിനനുസരിച്ചാണ് ഈ ഉമ്മണിത്തങ്ക എന്ന സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉമ്മണിത്തങ്ക നാവുപിഴുതെറിഞ്ഞ് മരിച്ചവൾ എന്നും പറഞ്ഞിരിക്കുന്നത്. ഒരു പഴയൊരു ഗാനരചിതമായ നമ്മുടെ തിരുനായക്കുറിച്ചി മാധവൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം ചെങ്കോലും ചെന്താമരൈ എന്നും പറഞ്ഞൊരു കാവ്യം രചിച്ചിട്ടുണ്ട്. അതിൽ ചെങ്കോൽ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മയും ചെന്താമര എന്ന് പറയുന്നത് ഉമ്മണിത്തങ്കയാണ്. അപ്പോൾ ഉമ്മണിത്തങ്ക എന്ന് പറയുന്നത് പടവെട്ടി വീരചരമം പ്രാപിച്ച അങ്ങനെയുള്ള വീരാംഗന അന്നത്തെ സാധാരണ മനസ്സുകളിൽ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നുള്ള അവരൊരു ദേവതയായിട്ട് ആളുകൾ ആരാധിക്കും. ഇന്നും ഈ പറയുന്ന ചെറിയൊരു പനി വന്ന ഒരു ഗ്രാമദേവത, തൻ്റെ ഒരു രക്ഷകി. അതിന് അവിടെ ഈ പറയുന്ന പോലെ തന്ത്രവും മന്ത്രവും അങ്ങനെയൊന്നുമില്ല. ഇവർക്കൊക്കെ ഉത്സവത്തിന് കൊട എന്നാണ് പറയുന്നത്, കൊട കൊടുക്കൽ എന്നാണ്. പൂപ്പടയും മഞ്ഞനീരാട്ടും, അത് താൻ പൂജിക്കുന്ന ദൈവം തന്നിൽ ആവേശിക്കുന്നു. തുള്ളലും ഇതൊക്കെയാണ്. അത് താൻ പൂജിക്കുന്ന ദൈവം ആ പൂജകനിൽ ആവേശിച്ച് തങ്ങളുടെ ഭക്തരെ അടുത്ത് വിളിച്ച് അവർക്ക് ഭസ്മം ഇടുകയും അവരുടെ സങ്കടങ്ങളൊക്കെ ആയിട്ട് അവരുടെ ആ സങ്കടത്തിൽ അവർ ഭക്തന്റെ ദുഃഖത്തിൽ കരയുകയും ഭക്തന്റെ സന്തോഷത്തിൽ ചിരിക്കുകയും ചെയ്യുന്ന ദേവത. കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ഇടകൾ അന്നത്തെ ആ സാധാരണ ജനങ്ങളുമായി അത്രയും ഇഴുകിച്ചേർന്ന ഒരു ദേവത സങ്കല്പമാണ് ഈ തെക്കൻ തിരുവിതാംകൂർ യക്ഷസങ്കല്പം. ഇവർക്കൊരു ക്ഷേത്ര സംവിധാനമല്ല, ഒരു ആലിൻ്റെ ചോട്ട് അല്ലെങ്കിൽ ഒരു വേപ്പിൻ്റെ ചോട്ടിൽ വേലാങ്കോട്ട അമ്മനെ സങ്കല്പിച്ചിട്ട് ഒരു മഞ്ചണ എന്ന് പറഞ്ഞാൽ അത് വയ്ക്കുക, ഒരു കല്ല് വയ്ക്കുക, ഒരു വിളക്കത്തി, ഇതേ ഉള്ളായിരിക്കും. വർഷത്തിലൊരിക്കൽ കുട നടത്തും, ഊട്ടും പാട്ടും ബഹളവും. കൂടുതലും നോൺ വെജിറ്റേറിയൻ ഒക്കെ ആയിരിക്കും. ഈ ഉമ്മണിത്തങ്കൊക്കെ കൊടുക്കുന്നത് നോൺ വെജിറ്റേറിയനാണ്. അതൊക്കെ കൊടുത്ത് ഇവരെ സങ്കല്പിച്ച് ഇവരെ പൂജിക്കുന്ന ഒരു സമ്പ്രദായമാണ് തെക്കൻ തിരുവനന്തപുരം മാടനും യക്ഷിക്കുള്ളത്. പിന്നീട് എന്ത് ഇത് വന്നു ഇത് താന്ത്രികവൽക്കരിക്കപ്പെട്ടപ്പോൾ തന്ത്രത്തിൽ കൊണ്ടുവന്നപ്പോൾ നമുക്ക് തന്ത്രിമാരെയോ മറ്റുള്ള കുറ്റം പറയാൻ പറ്റില്ല. തന്ത്രത്തിൽ പൂജയുടെ അടിസ്ഥാന പ്രമാണം മന്ത്രം വേണം. മന്ത്രം വേണമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, ഇവർ തന്ത്രത്തിൽ ഉൾപ്പെടാത്തതുകൊണ്ട് ഇവർ തന്ത്രത്തിലേക്ക് ആ വിധാനത്തിൽ കൊണ്ടുവന്നപ്പം ഇവരുടെ ഒരു ഭുവനേശ്വരിയാക്കിയോ അല്ലെങ്കിൽ ഭദ്രകാളിയൊക്കെ ദുർഗയാക്കിയൊക്കെ. അപ്പോൾ പലയിടത്തുകൊണ്ട് ഇത് സാത്വിക മാർഗത്തിലുള്ള ചെമ്പകവലി അമ്മാളെ ദുർഗയായിട്ടും ഉഗ്രപ്രതാപിയായ നീലമ്മപ്പിള്ള അതായത് മേലാങ്കോട്ട് നീലിയ ഭദ്രകാളിയായിട്ട് ആരാധിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് രണ്ടും അല്ല, ഇവർ രണ്ടും ഈ പറയുന്ന ദുർഗയും ഭദ്രകാളിയോ പാർവതിയോ അന്നപൂർണേശ്വരി ഭുവനേശ്വരി ഒന്നുമല്ല. ഇവരെല്ലാം സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വേറെ യക്ഷി സങ്കല്പത്തിലുള്ള മാതൃ സങ്കല്പത്തിൽ തന്നെ കുഞ്ഞു കൈയിരിക്കുന്ന ഒരു അമ്മ സങ്കല്പമാണ് ഇവർക്ക് കൊടുക്കുന്നത്. പണ്ടൊക്കെ വിഗ്രഹം ഇല്ലെന്ന് ഉരുവം, അത് കളിമണ്ണിൽ ചുട്ടെടുക്കുന്ന രൂപങ്ങളാണ് ഇവർക്ക് ചെയ്യുന്നത്. പിന്നീട് ഇപ്പം വിഗ്രഹങ്ങളായി മറ്റൊരു രീതിയായി പൂജയായി എല്ലാം ഒരു താന്ത്രികവൽക്കരിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് അതൊക്കെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഒരു പൈതൃകം എന്ന് പറയുന്ന യക്ഷാരാധന അതിൻ്റെതായ രീതിയിൽ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് അത്യാവശ്യം.